ഹായ് പ്രിയപ്പെട്ടവരെ, റിവ്യാസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 150 രൂപ റേഞ്ച് വരുന്ന ടോപ്പിൻ്റെ വീഡിയോ ആണ്. അതിന് ഈ ടോപ്പ് കാണിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങളൊരു 75ൻ്റെ പലാസോയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊരു കസ്റ്റമർ അവർ എടുത്തതിൽ ഒരു ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ അയച്ചു തന്നു. ആ ഫോട്ടോ അയച്ചു തന്നു. അതിലൊരു ചെറിയൊരു കത്രികയ്ക്കുള്ളൊരു കീറൽ പോലെ ആയിരുന്നു ഉണ്ടത്. ഫോട്ടോ അയച്ചു. ശരി, ഞാൻ പറഞ്ഞു റിട്ടേൺ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് ചിലവാകുന്ന ഷിപ്മെൻറ്റ് ചാർജ് ഉൾപ്പെടെ, അതായത് 75 രൂപ പലാസോ പ്ലസ് അവരുടെ ഷിപ്മെൻറ്റ് ചാർജ് ഉൾപ്പെടെയാണ് ഞാൻ തിരിച്ചയച്ചു കൊടുത്തത്. അപ്പോൾ അവരെനിക്ക് 40 രൂപ ഷിപ്മെൻറ്റ് ചാർജ് തിരിച്ചയച്ചിട്ട് പലാസോ അയച്ചു തരാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ആ കസ്റ്റമർ എന്നോട് പറഞ്ഞത് അവർ വേറെ ആർക്കോ അയച്ചു കൊടുത്തതാണ്, അവർക്ക് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അയച്ചു തരാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് അവർക്ക് തിരിച്ചയച്ചു കൊടുത്തത്. പറയുന്നത് ശരിയായിരിക്കാം, ചിലപ്പോൾ അവർ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അവർ പറയുന്നത് ശരിയായിരിക്കാം, വേറൊരാൾക്ക് അയച്ചു കൊടുത്തതായിരിക്കാം, ഞാനത് സമ്മതിക്കുന്നു. ചിലപ്പോൾ റീസെല്ലർ ആയിരിക്കാം, അവരെടുത്തത് റീസെല്ലർ ആയിരിക്കാം. അവർ ചിലപ്പോൾ ഓപ്പൺ ചെയ്തപ്പോഴുണ്ടായ മിസ്റ്റേക്ക് ആണെങ്കിൽ കൂടിയും ഞാനത് അംഗീകരിച്ചു കൊടുത്തു. ഞാൻ അയച്ച ഒരു സാധനമായതുകൊണ്ട് ഞാനത് അംഗീകരിച്ചു കൊടുത്തു. പേയ്മെൻറ്റ് തിരിച്ചയച്ചു കൊടുത്തപ്പോൾ എനിക്ക് ആ സാധനം തിരിച്ച് കിട്ടേണ്ടതാണ്. അവരെനിക്ക് ആ സാധനം തിരിച്ചയച്ചു തന്നിട്ടില്ല. അവർ ആ ഡെലിവറി ചാർജ് 40 രൂപ ഡെലിവറി ചാർജ് എനിക്ക് തിരിച്ചയച്ചിട്ട് എൻ്റെ പലാസോയുടെ എമൗണ്ട് അവരെടുത്തിട്ട് എനിക്ക് ആ പലാസോ തിരിച്ചയച്ചു തന്നിട്ടില്ല. 75ൻ്റെ പലാസ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതാണല്ലോ അതിൽ എത്ര ലാഭമാണ് എനിക്ക് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും ആ സാധനം എനിക്ക് തിരിച്ച് കിട്ടേണ്ടതല്ലേ. അപ്പം ഞാനിതിങ്ങനെ പറയാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ നിന്ന് വരുന്ന എന്ത് ഡാമേജ് ഞാൻ തിരിച്ചെടുക്കും. അതിപ്പോൾ തിരിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചയക്കാൻ പറ്റുന്നവരെ കഴിവതും എടുക്കാവുള്ളൂ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചയക്കാൻ പോസ്റ്റ് ഓഫീസിൽ പോകാൻ പറ്റില്ല, ആളില്ല എന്ന് പറയുമ്പോൾ നമുക്കത് ഒരിക്കലും അത് ഡാമേജ് വന്നിട്ട് അത് എനിക്ക് ആ സാധനം തിരിച്ച് കിട്ടണമല്ലോ. ഞാൻ ഡെലിവറി ചാർജ് ഉൾപ്പെടെ അയച്ചു തരുമ്പോൾ എന്തായാലും ആ പ്രോഡക്റ്റ് എനിക്ക് കിട്ടണം. അതിപ്പോൾ 75 രൂപയുടെ ആണെങ്കിലും 1000 രൂപയുടെ ആണെങ്കിലും പൈസയുടെ മൂല്യമല്ല കേട്ടോ. അത് ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്കാവുന്ന ചിലവ് ഉൾപ്പെടെയാണ് തിരിച്ചയച്ചു കൊടുത്ത് സാധനം ഞങ്ങൾ തിരിച്ച് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു ടോപ്പായിരുന്നു അങ്ങനെയെങ്കിലും ഒരു 450ൻ്റെ ടോപ്പ് അയച്ചിട്ട് നിങ്ങൾക്കത് തിരിച്ചയക്കാൻ പറ്റില്ല, നിർബന്ധമായിട്ട് നിങ്ങൾക്ക് പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനകത്തുണ്ടാവുന്ന നഷ്ടം എത്രയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനിയെങ്കിലും ഇങ്ങനെ, ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, ഇനിയെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം, എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ ഇത്. ഇനിയെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ ഞാൻ മുൻകൂട്ടി പറയുന്നതാണ്. തിരിച്ചയക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ 100% ഉറപ്പോടുകൂടി ഞാൻ അയക്കുന്ന പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്ത് തിരിച്ചയക്കണമെന്നുള്ളവർ അത് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അത് തിരിച്ചയച്ചിട്ട് അതിൻ്റെ സ്ലിപ്പ് ഉണ്ടല്ലോ, പോസ്റ്റ് ഓഫീസിൽ സ്ലിപ്പ് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇതെല്ലാം. അപ്പോൾ നമുക്ക് ടോപ്പിലോട്ട് പോവാം. ഇതാണ് നമ്മളുടെ ടോപ്പ് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ 169 രൂപയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത്രയും കട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 150 വരുന്നത് റേറ്റ്. 2 പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പട്ടയും ലേസും വച്ചിട്ടുള്ള ഒരു വർക്കാണ്, റൗണ്ട് നെക്കാണ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ബിഗ് സൈസാണ്. ഇതിൻ്റെ കുറഞ്ഞ സൈസുകൾ നമുക്കിവിടെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഉടനെ തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ അജ്രക്കിൻ്റെ ടോപ്പും ഒക്കെ നമുക്കിവിടെ സ്റ്റിച്ചിങ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ചെസ്റ്റ് സൈസ് ഒന്ന് അളന്ന് കാണിച്ചു തരാം. 24 വരുന്നുണ്ട് കേട്ടോ, അതായത് 48 ചെസ്റ്റ് സൈസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വണ്ണം ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ 46 വരുന്നുണ്ട് ഇറക്കം. അപ്പോൾ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണിച്ചു തരാം. 3/4 ഹാൻഡാണ് വരുന്നത്, കൈ 3/4 ആണ് വരുന്നത്. അപ്പോൾ കോട്ടൺ ആണ്. ഇതിൻ്റെ സെയിം പാറ്റേണിൽ കളർ വ്യത്യാസം വരുന്നതാണ്. ഇതൊരു ഗ്രീനാണ്, നല്ല ഡാർക്ക് ഗ്രീനാണ്. ഇതും റൗണ്ട് നെക്കാണ് വരുന്നത്.
ജസ്റ്റിൽ ഈ ഒരു പട്ട വെച്ചിട്ട് ഒരു കുഞ്ഞ് ലേസ് വർക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 150 വരുന്നത്. 2 പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക. ഇത് നല്ല ഡാർക്ക് ബ്ലൂ ആണ്, നല്ല നേവി ബ്ലൂ ആണ്. ഇത് കോഫി ബ്രൗണും അല്ല ഗ്രീനും അല്ല, അത് മിക്സ്ഡ് ആയിട്ടുള്ളൊരു നല്ല മറ്റേ ഒരു ചാണാപ്പച്ച എന്നൊക്കെ പറയില്ലേ, ആ പച്ച കളറാണ് കേട്ടോ. ഇത് നല്ല ഗ്രീനും അല്ല, ഇത് വയലറ്റ് കളറാണ് വരുന്നത്. അപ്പോൾ ഈ പാറ്റേണിൽ, ഈ വലിയ പൂക്കൾ വരുന്ന ഈ പാറ്റേണിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്ന പാറ്റേൺ മാറി വരുവാണേ ഉണ്ട്. അതിനകത്ത് വേറെ കുഞ്ഞു കുഞ്ഞ് ഡിസൈനുകളും കൂടെ വരുന്നതാണ്. പൂക്കൾ വലുതാണ്, വേറെ ഇലകൾ പോലെയൊക്കെ ഡിസൈൻ വരുന്നതാണ്. അതും ഇതുപോലെ തന്നെയാണ്. ചെസ്റ്റ് സൈസ് ആണെന്നൊന്നുകൂടെ പറഞ്ഞു തരാം. ഇതിൻ്റെ റൗണ്ട് നെക്കാണ് വരുന്നത്. എല്ലാത്തിലും ഇങ്ങനെ ഒരു പട്ടയും ചെറിയ ഒരു ഇത് എന്താ പറയുക ലേസ് വർക്കും ഉണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ വേറെ കളറ് ഗ്രീൻ പോലെ വരുന്നതാണ്. ഇത് പർപ്പിൾ കളറാണ്. ഇപ്പോൾ റൗണ്ട് നെക്കാണ് എല്ലാത്തിനും റൗണ്ട് നെക്കാണ്. 3/4 ഹാൻഡാണ് വരുന്നത്. 150 റേറ്റ് വരുന്നത്. 2 പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക. അപ്പോൾ ഈ പാറ്റേണിൽ ഇത്രയുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക. 70 തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചിടുക. കോളുകൾ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് രവ്യാസ് ഡിസൈൻസിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം.